എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ഇന്നും എത്തി എസ് അച്യുതാനന്ദനെ കാണാൻ. അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. ഇന്നും അച്യുതാനന്ദൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. മടങ്ങിപ്പോകുന്ന ഇന്നലെ പോയില്ല. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുമ്പേ വീട്ടുകാരെയൊക്കെ കണ്ടു. അവർ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നേ. അപ്പോൾ ഒന്നും കൂടി കാണണം എന്ന് തോന്നി അങ്ങനെ വന്നു. എസ് ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാം. എങ്കിലും വന്ന് ചെയ്ത കണ്ടിട്ട് മടങ്ങിപ്പോവാം എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ വരണമെന്ന് നേരത്തെ തീരുമാനിച്ചൊന്നും ആയിരുന്നില്ലല്ലോ? അല്ല, ഇന്നലെ മഴയും ഒക്കെ നനഞ്ഞ് ആയതുകൊണ്ട് മടങ്ങിയില്ല. അപ്പോൾ ഇന്ന് വീണ്ടും വന്നു. എസ് അങ്ങനെ ചിതയുടെ അടുത്ത് വന്ന് ഓർമ്മ സംഭരിക്കേണ്ട ഒരു കാര്യമൊന്നും കേരളത്തിനില്ല, എനിക്ക് ഒട്ടുമില്ല. കഴിഞ്ഞ 10-25 വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുമാത്രം എനിക്കറിയും. അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളത് നമ്മുടെ പരിമിതിക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഉള്ളതൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ, യുവതികൾ ഒക്കെ ഈ 2-3 ദിവസം നമ്മളോട് പറഞ്ഞത് ഭാവി കേരളത്തിന് വേണ്ടത് എന്താണ് എന്നാണ് അവർ. അത് എല്ലാവരും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മൾ പറയുന്നൊരു പ്രിസ്ക്രിപ്ഷനൊന്നും അല്ല യഥാർത്ഥത്തിൽ യുവത ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം എസ് പറഞ്ഞത് ആ പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നും സ്ത്രീകളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടെന്നും ഒരുപക്ഷെ എസ് സജീവമായിരുന്ന സമയത്ത് അങ്ങനെ അവരുടെ വളരെ ശൈശവാവസ്ഥയിലുള്ള ആൾക്കാർ പോലും ആയിരിക്കും ഈ ആർത്തലച്ച് മുദ്രാവാക്യം വിളിച്ച പോലെ. അപ്പോൾ അവർ അങ്ങനെ ചില മെസ്സേജും കൂടി കേരളത്തിന് തരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ കുറേ നാൾ, ഇപ്പോൾ 6 വർഷത്തോളം എസ് ഏതാണ്ട് മൗനിയായിരുന്നു. സജീവമായി പൊതുരംഗത്തുണ്ടായിരുന്നില്ല. സാധാരണ നമ്മുടെ വീട്ടിലൊരാൾ ആണെങ്കിൽ പോലും നഷ്ടപ്പെട്ടാൽ, മൗനമായാൽ 6 വർഷം ഒക്കെ പലതും മറന്നു പോവാം. പക്ഷേ ഇത് കേരളം അദ്ദേഹത്തെ സജീവമായി ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കുന്നു എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ വലിപ്പം കാണിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ കേരളത്തിൻ്റെ ഇരുത്തവും കാണിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ രാഷ്ട്രീയവും പ്രവൃത്തികളും ഒക്കെ നമ്മൾ കൊടുക്കുന്ന പരസ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരാണ്. അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം എല്ലാവരുടെയും പ്രവർത്തനത്തിൽ ഉണ്ടാവും എന്നാണ്. നമ്മൾ സെൽഫ് ക്രിട്ടിക്കൽ എന്നാണല്ലോ പറയുക, ഞാൻ ഉൾപ്പെടെ എന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വലിയ തിരിച്ചറിവും കൂടിയാണ് എന്നാണ്. ഇനി എസ് ഇല്ലാത്ത ഒരു ലോകം, അല്ലെങ്കിൽ എസ് ഇല്ലാത്ത കുറേ കാലമാണ് ഈ വരുന്നത്. അത് ഉൾക്കൊള്ളുന്നതിലേക്ക് എത്തി. എസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 വർഷത്തോളമായിട്ട് അങ്ങനെ എസ് പൊതുരംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമില്ല. അപ്പോൾ ആ രീതിയിൽ ആ വിടവിനോട് നമ്മൾ ഏതാണ്ട് പൊരുത്തപ്പെട്ടു. പക്ഷേ എന്നിട്ടും എങ്കിലും ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരുന്നു, ഒരു ക്ഷുഭിത യൗവനം അവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ധാരണ, ഒരു ഊർജമായിരുന്നു എന്നുള്ളത് ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എനിക്ക് വളരെ അങ്ങനെ തോന്നുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്തൊക്കെ ഉയർന്ന മുദ്രാവാക്യം ഞങ്ങളെ വിട്ടുപോകരുതേ, ഞങ്ങളുടെ ശബ്ദം ഇടറുന്നേ, ഞങ്ങളുടെ കൈകൾ ക്ഷയിക്കുന്നേ എന്നൊക്കെയാണ്. സാധാരണ നമ്മളിങ്ങനെ പ്രത്യേകിച്ചൊരു ഇടതുപക്ഷ നേതാവിൻ്റെ മരണത്തിൽ നമ്മൾ കേൾക്കാറുള്ളത് അങ്ങനെയല്ല. ഞങ്ങളിവിടെ ജീവിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷെ അത് മൊത്തത്തിലൊരു വലിയ വിടവാണെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം എല്ലാവരിലും ഉണ്ടാവണം. സാധാരണക്കാരും നിങ്ങൾ സംസാരിച്ച പല മനുഷ്യരും അങ്ങനെയാണ് അത് പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഗെറ്റ് സെറ്റ് ഗോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കോളാണ് എസ് ചെയ്തത്. കാരണം അദ്ദേഹത്തിനും
അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അങ്ങനെ പോരാളികളെയാണ് ഇഷ്ടം. അങ്ങനെ ഓർമ്മയോ അതൊന്നും അദ്ദേഹത്തിന് അങ്ങനെ വലിയ കാര്യമുണ്ടായിരുന്നു. ഒരിക്കലും ഒരു പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലായിരുന്നു. അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിക്കണം എന്ന് നമ്മുടെ സഹാക്കളും കൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിർബന്ധിച്ചാണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ കാലത്തും വി എസിൻ്റെ പേര് ഈ കല്ലുകളിൽ കാണണം എന്ന് അവർക്കൊരാഗ്രഹം. വി എസ് മരണപ്പെട്ട ശേഷം കല്ലിൽ പേരുണ്ടായിട്ട് എന്താ കാര്യമെന്നാണ്. നിങ്ങളും അങ്ങനെയാണോ പറയുന്നത്? അപ്പോൾ അങ്ങനെ ഓർമ്മകളിലൊന്നും ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം നമ്മുടെ പ്രവർത്തികളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം തരുന്ന ആഹ്വാനം നമ്മളോട് ആ പ്രവൃത്തികൾക്കനുസരിച്ച് പോരാളികളായി മാറൂ എന്നാണ്, അല്ലാതെ ഒരു ഓർമ്മയല്ല എന്ന്. വി എസ് മരണപ്പെട്ട് മണ്ണിനോട് ചേരുമ്പോഴും അന്ത്യനിദ്രയിലേക്ക് മാറുമ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിനടുത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.